കുറേയേറെ കഷ്ടപ്പെടും നമ്മളൊക്കെ കഷ്ടപ്പെടും. Hi Daisy, what a surprise! Hi dude, come. വാ ജോണി. റെഡി ചേട്ടാ, ആ എന്തൊക്കെയുണ്ട്? സുഖം, നമസ്കാരം. അങ്ങോട്ടിരിക്കും, നിങ്ങൾ അങ്ങോട്ടിരിക്കുന്നേ. ചെല്ല്. ആ എടുത്തോക്കണ്ടേ? എപ്പോ ഞാൻ തന്നെ എടുത്തു വെച്ചോളാം. ഞാൻ ഇപ്പൊ വരാം കേട്ടോ, അവിടെ ഇരിക്കേ. ഇപ്പൊ വരാം. എല്ലാവരും കാര്യങ്ങൾ പറഞ്ഞിരിക്കും. പിന്നെ പറ, കാര്യങ്ങളൊക്കെ പറ. എന്നിട്ട് സൺഡേ ആയിട്ട് എന്താ പരിപാടി? അങ്ങനെയൊന്നുമില്ലടാ, ജസ്റ്റ് ലഞ്ചിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ആയിട്ട് അങ്ങനെ. അതൊക്കെ പഴയതുപോലെ തന്നെ. എത്ര ആളായിട്ട് ഇങ്ങോട്ടൊക്കെ ഇറങ്ങത്തുന്നത്? ഫ്രെഡി ചേട്ടൻ കുക്ക് ചെയ്യാനൊക്കെ സഹായിക്കുമോ? പിന്നെ ആള് ഭയങ്കര സപ്പോർട്ടാ. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യിക്കാറില്ല. നമ്മുടെ പെണ്ണുങ്ങളെ വേണ്ടി ഇതൊക്കെ മനസ്സിലാക്കാൻ. അല്ലേ ഏട്ടാ? ഈ പാത്രം ഒന്ന് കഴുകി കഴിഞ്ഞോട്ടെ, ഞാൻ എന്താ വേണമെങ്കിലും ചെയ്തു തരാം. ഓ, കുറച്ചുകൂടെ ഒക്കെ തേച്ച് വെച്ച് കഴുകുക. ഓ, പാത്രത്തിൽ ഇപ്പൊ വേദനിക്കും അങ്ങോട്ട്. ഈ പണ്ടാറാണ് വെളുക്കുന്നില്ലല്ലോ. അതെ, പിന്നെ മോളെ ഈ കറുത്ത തുണി കഴുകാനുള്ളതാണോ? അത് പിന്നെ നിങ്ങളുടെ വേറെ ആരെങ്കിലും ഒന്ന് കഴുകുമോ? ഒരുപാട് കുറഞ്ഞു പോയല്ലോ. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല, ഈ കറുത്ത തുണിയെ കഴുകി നല്ലതായിട്ട് വെളുപ്പിക്കാന്ന് പറയുമായിരുന്നു. ചേട്ടോ ആ ശരിയാ ജോണി, ഇവിടെ എന്നെ ഒരു കാര്യത്തിനും ശല്യപ്പെടുത്താറേ. ജോണി ഒരു ജോലിയും ചെയ്യില്ല, ഫുൾ ടൈം ഓഫീസ് വർക്കില്ല. പക്ഷേ ആളെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്തേര്. കഴിഞ്ഞ ദിവസം തന്നെ പൈപ്പ് കേടായപ്പോ ആളാ ചെയ്തേ, അല്ലേ ജോണി? ജോണി, ആ പൈപ്പ് കേടായിരിക്കാം, വെള്ളം വരുന്നില്ല. ഞാൻ നമ്മുടെ പ്ലംബർ രാജേഷനെ വിളിക്കാം. പുള്ളിയാകുമ്പോ പ്ലംബറാ? അയാളൊന്നും വിളിക്കണ്ട, അതിന് തന്നെ 10,000 രൂപ കൊടുക്കേണ്ടി വരും. തോന്തങ്ങൾ ഉണ്ടാക്കിയാ മതി. ജോണി ആ ബൾബ് ഒന്ന് പോയി മാറ്റിക്കേ. പോയി മാറ്റോ. അതെ, ഞാനാ ശരിയാക്കി കൊടുക്കാറ്. ആണല്ലേ, നീ ഒരു മിടുക്കനല്ലേ? എന്നെ പോലെ മിടുക്കന. നിന്റെ മോഹം കണ്ടാ എനിക്കറിയാം. വല്ലാത്ത ജീവിതം അല്ലേ? ഇവരെ ഭർത്താക്കന്മാരെ കിട്ടി നമ്മുടെ ഭാഗ്യം, അല്ലേ ഡേസി? പിന്നല്ലേ, ഞാൻ ഭയങ്കര സപ്പോർട്ടാ.